വേദന മാറ്റിയ കണ്ണൻ. എന്താ കേൾക്കണ്ടേ? എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, നാരായണ നാരായണ നാരായണ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമല്ല. എന്നാലും ഞാൻ എന്നും ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഞാനും ആഗ്രഹിക്കാറുണ്ട് എനിക്കും ഒരു അനുഭവം എഴുതാൻ സാധിക്കണേന്ന്. എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. എനിക്ക് 3 മക്കളാണ്. 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എങ്കിലും ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. ഞാനും എൻ്റെ ഭർത്താവും മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. പിന്നെ എൻ്റെ അനുഭവം പറയാം. ഞാനും എൻ്റെ മോളും 11/4/26 തൃശ്ശൂരിൽ പോയി വരികയായിരുന്നു. മോള് ബസ്സിൽ നിന്നിറങ്ങി. ഞാൻ ഇറങ്ങാൻ നേരം എൻ്റെ ഇടത് കാല് എന്താ ഉണ്ടായതെന്നറിയില്ല, ഞാൻ സ്റ്റെപ്പിൽ നിന്നും താഴെ വീഴുന്നത് പോലെ എത്തി. കണ്ടക്ടർ എൻ്റെ കൈപിടിച്ച് ചോദിച്ചു, ചേച്ചി ഒന്നും പറ്റിയില്ലല്ലോ എന്ന്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ചേട്ടന്മാർ പറഞ്ഞു, കാലൊടിഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ നടന്ന് വീട്ടിൽ വന്നു. അപ്പോഴൊന്നും വേദനയില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും വേദന വന്നു. എൻ്റെ ഭർത്താവ് പൊട്ടിക്കുളങ്ങര എണ്ണ കാലിൽ പുരട്ടി നല്ല പോലെ ഒഴിഞ്ഞു. എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ കാല് നീട്ടിവെക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വേദന. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണാ, എൻ്റെ കാലിൻ്റെ വേദന മാറ്റി തരണേ, എൻ്റെ കാലിന് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ. എന്താ എൻ്റെ കണ്ണാ, എൻ്റെ പ്രാർത്ഥന കേട്ടുട്ടോ. ഇന്ന് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി മാറി, നീര് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കാല് സുഖമായാൽ ഞാൻ ത്രിമധുരത്തിൽ എഴുതാമെന്ന്. പിന്നെ എൻ്റെ മോളുടെ കല്യാണം വേഗം നടക്കണമെന്ന് പ്രാർത്ഥിക്കണേ. കത്ത് നീണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ മതി ശ്രീകാന്ത് എന്ന് പേര് എഴുതിയിട്ടുണ്ട്. പേര് പറയേണ്ടതാണ് പറഞ്ഞത്. മക്കളുടെ കല്യാണമൊക്കെ നടക്കാനല്ലേ, ആ ഒരു വിഷമം ഉണ്ടാവും അമ്മയ്ക്ക്. അപ്പം അമ്മയുടെ കാര്യം ഭഗവാൻ അങ്ങോട്ട് നോക്കിക്കൊള്ളുന്നതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. എന്താ കഥ? ഇങ്ങനെയൊക്കെയാണ് അമ്മയെ സന്തോഷം അനുഭവം വന്നതിൽ. എല്ലാവർക്കും നല്ലൊരു വിഷുവാണെന്ന് പ്രതീക്ഷിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.